2019 വായനാ ദിനത്തോടനുബന്ധിച്ച് ശ്രേയ അവതരിപ്പിച്ച വായനാ ദിന പ്രതിജ്ഞയോടുകൂടി MDPS UP സ്കൂളിലെ വായനാ വാരാഘോഷത്തിന് തുടക്കമായി. തുടർന്ന് എല്ലാ ക്ലാസുകളിലും PN പണിക്കർ അനുസ്മരണ ഡോക്യുമെന്ററി പ്രദർശനം നടത്തി. ഡോക്യുമെന്ററി പ്രദർശനത്തിന് ശബ്ദം നൽകി ഇഷാനന്ദ കൂടുതൽ ശ്രദ്ധേയമായി. 1909 മാർച്ച് 1 ആലപ്പുഴ ജില്ലയിലെ നീലമ്പേരൂർ ഗ്രാമത്തിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി ജനനം. ജൂൺ 20 വിവിധ ക്ലബ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. അധ്യാപകനും മിമിക്രി ആർട്ടിസ്റ്റും നാടൻ പാട്ട് കലാകാരനുമായ ഷെഫീഖ് തുളുവത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ശ്രീ സെയ്തു കൈനിക്കര SS ക്ലബിന്റെ കീഴിൽ മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നാട്ടുപെരുമ എന്ന മാഗസിൻ പ്രകാശനം ചെയ്തു. പ്രധാന അധ്യാപകൻ ശ്രീ അബ്ദുൽ സലാം KK, PTA പ്രസിഡന്റ് ശ്രീ അലവി സെൻസായി, PTA വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ കണ്ടാത്ത്, സീനിയർ അധ്യാപികമാരായ ശ്രീമതി ശൈലജ ടീച്ചർ, ശ്രീമതി ആശ ടീച്ചർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ ക്ലബ് ലീഡേഴ്സിന്റെ സത്യപ്രതിജ്ഞയ്ക്കു ശേഷം 2024-25 വർഷത്തെ വിഷൻ അവതരണം നടന്നു. കുട്ടികളുടെ സർഗാത്മക പരിപാടികൾ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു. വിദ്യാരംഗം ക്ലബിന്റെയും മലയാള ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അവതരിപ്പിച്ച അമ്മ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം കാഴ്ചക്കാരിൽ പുതുമയേകി. രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ അവതരിപ്പിച്ച അക്ഷരപ്പാട്ട് നാടൻ പാട്ടിന്റെ താളവുമായി എത്തിയ 3ാം ക്ലാസ്സിലെ കുട്ടികളും പ്രേക്ഷകരെ കയ്യിലെടുത്തു. കാണികളിൽ യുക്തിചിന്ത വർദ്ധിപ്പിക്കുന്നതിന് ഗണിത കേളികൾ വിജയം കണ്ടെത്തി. പരിസര ശുചീകരണത്തിന്റെ സന്ദേശം കാണികളിൽ എത്തിക്കുകയും കൂടെ ഒരു പരീക്ഷണം നടത്തുകയും സയൻസ് ക്ലബ് ചെയ്തു. 14 ജില്ലകളുടെയും സവിശേഷതകൾ ഓർമ്മിപ്പിച്ച് ക്വിസ് കോമ്പറ്റീഷനിലൂടെ SS ക്ലബ് കേരളത്തിന്റെ മഹിമ നിലനിർത്തി. അറബി ക്ലബും ഹിന്ദി ക്ലബും അവതരിപ്പിച്ച ഡാൻസ് കണ്ണിന് കുളിർമയേകി. ഇംഗ്ലീഷ് ക്ലബിന്റെയും ഉറുദു ക്ലബിന്റെയും സോങ് അവരുടെ ഭാഷാ നിലവാരം നിലനിർത്തി. ഗാന്ധി ദർശൻ ക്ലബിന്റെ കവിത ഗാന്ധിജിയെയും ദേശത്തെയും ഓർമ്മ പുതുക്കി. ഫസ്റ്റ് എയ്ഡ് കൈകാര്യം ചെയ്ത ഹെൽത്ത് ക്ലബിന്റെ പ്രതിനിധി സ്കൂളിന് കൈത്താങ്ങായി. വിവിധ ക്ലബുകളുടെയും അവതാരകനായി ആദിൽ എന്ന കൊച്ചുമിടുക്കൻ ശ്രദ്ധേയനായി. ജൂൺ 21 രക്ഷിതാക്കൾക്കുള്ള വിവിധ മത്സരങ്ങൾ വായനാ വാരാഘോഷത്തിന് തിളക്കമേറി. വായനാ മത്സരം, കവിത ആലാപന മത്സരം, കഥ പറയൽ മത്സരം എന്നിവ നടത്തി. കുരുന്നുകൾക്ക് വിവിധ ഭാവാഭിനയത്തിലൂടെ കഥ പറഞ്ഞു കൊടുക്കുന്ന മാതൃകയിൽ ഹരിചന്ദ്രൻ രാജാവിന്റെ കഥ പറഞ്ഞ് 1ാം സ്ഥാനം നേടി 2Aയിൽ പഠിക്കുന്ന ആഗ്നസിന്റെ അമ്മ ബ്ലസ്സി. കമല സുരയ്യയുടെ അമ്മ എന്ന കഥ പറഞ്ഞ് 2ാം സ്ഥാനം നേടി 6Aയിൽ പഠിക്കുന്ന അല്ലമീന്റെ ഉമ്മയും MDPSയിലെ പ്രിയങ്കരിയുമായ റസീന ടീച്ചർ. മുരുകൻ കാട്ടാക്കടയുടെ ഒരു കർഷകന്റെ ആത്മഹത്യക്കുറിപ്പ് എന്ന കവിത ചൊല്ലി 1ാം സ്ഥാനം നേടി 5Eയിൽ പഠിക്കുന്ന തമന്ന സൽമാന്റെ ഉമ്മ റൈഹാനത്ത്. 2ാം സ്ഥാനത്തിന് അർഹയായത് മധുസൂദനൻ നായരുടെ അഗസ്ത്യ ഹൃദയം എന്ന കവിത ചൊല്ലി 5Iയിൽ പഠിക്കുന്ന സാനിക സായിയുടെ അമ്മ ദിശ. ജൂൺ 22 അക്ഷരപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടി അക്ഷരറാലി സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറി. ജൂൺ 25 കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം എന്ന പ്രവർത്തനത്തിലൂടെ ഓരോ ക്ലാസ്സിലും ക്ലാസ് ലൈബ്രറി രൂപീകരിച്ചു. ആവേശപൂർവ്വം ഏറ്റെടുത്ത് നടത്തിയ ക്ലാസ് ലൈബ്രറി വളരെ വിജയകരമായി. ജൂൺ 27 കുട്ടികളിലെ വൈജ്ഞാനിക മേഖലയെ ഉയർത്തുന്നതിന് വേണ്ടി നടത്തിയ LP UP തലത്തിലെ ക്വിസ് മത്സരത്തോടു കൂടി വായനാ വാരാഘോഷത്തിന് സമാപ്തി കുറിച്ചു.